ഗൈസ് GT വേണോ ഗൈസ്? GT, അതും എക്സോസ്റ്റ് കയറ്റിയ GT. ഈ വണ്ടി കൊടുക്കാനുള്ളതാണ്. ഒരു ദിവസം മുന്നേ ഞാൻ ഈ വണ്ടിയുടെ വീഡിയോ ഇട്ടിരുന്നു, ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് വന്നു. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആ വീഡിയോ കുറച്ച് റീച്ചായി, കുറേ ആളുകൾ കമൻ്റ് ഇട്ടു. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് പെയിൻറ്റിങ്ങിന് 5 ലക്ഷം രൂപ വന്നു എന്നാണ്. കളർ ഞാനിപ്പോൾ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം. ഇത് വൈറ്റ് കളർ പോളോ ആയിരുന്നു, GT ആണ്. അപ്പോൾ ഫുള്ള് പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്, ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതിന് വാൽവട്രോണിക് എക്സോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗണ്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം ഓൺ ചെയ്യാനും അല്ലാത്തപ്പോൾ ഓഫ് ചെയ്തിടാനും സാധിക്കും. എല്ലാം കൂടി ഏകദേശം 5 ലക്ഷത്തിന് മേലെ വന്നിട്ടുണ്ട്. ഏകദേശം 5 ലക്ഷം രൂപയുടെ വർക്ക് ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനത് പറഞ്ഞു വന്നപ്പോൾ പെയിൻറ്റിങ്ങിന് മാത്രം 5 ലക്ഷം ആയിപ്പോയി. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് വരുമ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യണമല്ലോ. നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പറ്റിച്ചിട്ടോ വണ്ടി വിൽക്കാൻ ശ്രമിക്കാറില്ല. അപ്പോൾ തെറ്റ് തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്നും കൂടി വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഈ വണ്ടി 2017 മോഡലാണ്, GT TSI പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇത് 68,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുകയാണ്. മേജറായിട്ടുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. വണ്ടി ഫുള്ള് പണിതിട്ടുണ്ട്, സ്കേർട്ടിങ് ചെയ്തിട്ടുണ്ട്, കളർ ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ട്, മറ്റേ ടൈഗൂണിൻ്റെ ഒക്കെ ടൈപ്പ് കളർ ആക്കിയിട്ടുണ്ട്. പിന്നെ അലോയ് വീല് ചെയ്തിട്ടുണ്ട്, ലോ പ്രൊഫൈൽ ടയർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കുറേ വർക്ക് വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ കാണിച്ചു തരാൻ വരും. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ അപ്പാടെ മാറ്റിയിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റിയർ ഭാഗം നോക്കിയാലും വണ്ടിയെല്ലാം അടിപൊളിയായിട്ടാണ് കിടക്കുന്നത്. പിന്നെ 2017 വണ്ടി 2019 ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഹെഡ്ലൈറ്റ് ഉൾപ്പെടെ. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ടോട്ടൽ കോസ്റ്റാണ് ഇതിൻ്റെ വില വന്നിരിക്കുന്നത്. സാധാരണ മാർക്കറ്റ് വാല്യൂ വെച്ച് നിങ്ങൾ GT കമ്പയർ ചെയ്യേണ്ട. മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു GT ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതെടുത്തിട്ടൊന്നും പണയാനില്ല, അങ്ങനെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 11,20,000 രൂപയാണ്. വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഏകദേശം 10 ലക്ഷത്തോളം നിങ്ങൾക്ക് ഫിനാൻസ് കയറും ഈസി ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് ഫോൾക്സ്വാഗൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി ഉണ്ട്, ഞാൻ വെറുതെ പറയുന്നതല്ല. ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതാണ്. നമ്മുടെ അതിൽ ബില്ലടക്കം ഉണ്ട്. അപ്പോൾ വണ്ടി വാങ്ങിക്കാനും വണ്ടിയെ പറ്റി അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ കേട്ടോ.